ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് ദൈവം നൽകിയ വിടുതലെക്കുറിച്ച് ഒരു സാക്ഷ്യമായി നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് ലത ഏലിയാസ്, ചേരിയാറാണ് താമസം. ഒരു CSI സഭാ അംഗമാണ്. എനിക്ക് 3 മക്കളുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് ഒരു 7-ാമത്തെ വർഷമാണ് നടക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് 19 വർഷമായി. രക്ഷിക്കപ്പെട്ടിട്ട് 7-ാമത്തെ വർഷം നടക്കുന്നു. ദൈവത്തെ അറിഞ്ഞതിൽ തൊട്ട് നമ്മൾ ഏറ്റവും അടുത്ത് തന്നെ പ്രാർത്ഥനയിലും മറ്റു കാര്യങ്ങളിലൊക്കെ അടുത്ത് പോകുന്നു. എങ്കിലും നമുക്കൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ഡൗൺ ആയി പോവുകയാണ്. അങ്ങനെ ഇരിക്കെ പൂപ്പാറയിൽ ഒരു 4 ദിവസത്തെ ധ്യാനം ഏപ്രിൽ മാസം 26, 27, 28, 29 തീയതികളിൽ നടക്കപ്പെട്ടു. അന്ന് ആ ധ്യാനങ്ങളിൽ ഞങ്ങൾ പോയി പങ്കെടുത്തു. ആ പങ്കെടുത്തതിൻ്റെ ഫലമായി ആദ്യത്തെ ദിവസം തന്നെ 26-ാം തീയതി തന്നെ ഞങ്ങൾ ധ്യാനവും കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് ഒരു 10:30 ആയപ്പോഴത്തേക്കും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറേ റിപ്പോർട്ടൊക്കെ എഴുതാനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എഴുതി പിറക്കി ഓരോ സമയങ്ങളൊക്കെ കഴിഞ്ഞ് 12:45 കഴിഞ്ഞു. 1 മണി അടുത്തോളം ആയി ഞാൻ കിടക്കാറായപ്പോൾ. പക്ഷേ എനിക്ക് കാലിൻ്റെ ഭയങ്കര വേദനയായിരുന്നു. മുട്ടിൻ്റെ താഴെ 2 കാലിലും ഭയങ്കര വേദനയും കട്ടുകഴപ്പും കൂടുതലായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഫാൻ കറങ്ങുന്നതിൻ്റെ തണുപ്പ് കൊണ്ടാവാം കാലിന് വേദന ഉണ്ടായതെന്ന് കരുതി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞും എല്ലാം കിടന്ന് നോക്കി. പക്ഷെ കാലിൻ്റെ വേദന ഒട്ടും കുറയുന്നില്ല. സമയം 2ആയിട്ടും കാലിൻ്റെ വേദന കുറയുന്നില്ല. എല്ലാവരും നല്ല ഉറക്കത്തില്ല. ഞാൻ ഈ ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് വേറെ ഒന്നും തോന്നില്ല. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഒരു മുറിക്കകത്ത് ചെന്ന് കതകടച്ചിട്ട് ഞാൻ യേശുവിനെ സ്തുതിക്കാൻ തുടങ്ങി. പക്ഷെ എൻ്റെ കാലുവേദന കുറയണമെന്നല്ല ഞാൻ പ്രാർത്ഥിച്ചത്. നാമത്തെ വിളിച്ച് ഞാൻ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വചനം എനിക്ക് തെളിപ്പെട്ടു വന്നു. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാ. ആ സഹിഷ്ണുതയെക്കുറിച്ച് എന്നുള്ളത് മാത്രമേ എൻ്റെ മുമ്പിലേക്ക് വരുന്നുള്ളൂ. ബാക്കിയൊന്നും എനിക്ക് അറിയുന്നില്ല. പക്ഷെ അത് ഏത് ഭാഗത്താണ് കിടക്കുന്നതെന്നും എനിക്കറിയത്തില്ല. അപ്പം നമ്മൾ എപ്പോഴും പാഠഭാഗങ്ങൾ വായിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഒന്ന് തപ്പി നോക്കി. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ ഒന്നും കാണാതെ വന്നപ്പോൾ ഞാനോർത്ത് ദൈവമേ ഇത്രയെങ്കിലും വെളിപ്പെടുത്തി തന്നത് അതും കൂടെ എനിക്ക് വെളിപ്പെടുത്തി തന്നുകൂടെ എന്ന് പറഞ്ഞ് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും വെളിപാട് പുസ്തകം തപ്പാന്നുള്ള മനസ്സിൽ എൻ്റെ വിചാരത്തിൽ വന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ആ വെളിപാട് പുസ്തകം എടുത്ത് തപ്പിയപ്പോൾ അവസാനം മുതൽ ഇങ്ങോട്ട് തപ്പാന്നോർത്തു. പിന്നെ ഞാൻ ഓർത്തു ഫസ്റ്റ് മുതൽ നോക്കാന്നോർത്തു. വന്നപ്പോൾ 3-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വചനമായി അത് അവിടെ ആ ഭാഗത്ത് കിടപ്പുണ്ടായിരുന്നു. ആ വചനം എടുത്ത് ഞാൻ വായിച്ചപ്പം സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നത് വരെ വരാനിരിക്കേണ്ട ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് നിന്നെ ഞാൻ കാക്കുമെന്ന് ഈ വചനം വായിച്ചപ്പോൾ അപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ അത് നിറഞ്ഞപ്പോൾ ഞാൻ അത് വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പോയി ഉറങ്ങി. പക്ഷെ ആ കാലിൻ്റെ വേദന പിന്നീട് എനിക്ക് ഉണ്ടോ എന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഉറങ്ങി കഴിഞ്ഞപ്പോൾ രാവിലെ എണീറ്റ് ഞങ്ങൾ കുടുംബമായിട്ട് ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്തു. ഇങ്ങനെ വചനം വെളിപ്പെട്ട് വന്നു ഒക്കെ. അപ്പം ഇനിയും കൂടുതലായി പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക, ഭക്തി കൂടുതലായി ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തിട്ട് പിറ്റേ ദിവസം 4 ദിവസമുള്ള ധ്യാനങ്ങളിൽ ഞങ്ങൾ പങ്കെടുത്തു. 4-ാമത്തെ ദിവസത്തിൻ്റെ ആരാധന എന്ന് പറയുന്നത് വിടുതലിൻ്റെയും ഒരു അനുഗ്രഹത്തിൻ്റെയും രോഗസൗഖ്യത്തിൻ്റെയും ഒരു ആരാധനയായിരുന്നു നടന്നത്. അന്ന് അച്ഛൻ പറഞ്ഞ് രോഗമുള്ള സ്ഥലങ്ങളിൽ വലതുകരം വെച്ച് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ഞങ്ങൾ ആ വലതുകരം എൻ്റെ തൊണ്ടയ്ക്ക് നേരെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പം അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്ക് വിടുതലിൻ്റെയും സൗഖ്യത്തിൻ്റെയും ഒക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഒരു തൈറോയ്ഡ് രോഗിയെ ദൈവം സൗഖ്യമാക്കുന്നു എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ദൈവമേ അത് ഞാനാണ് എന്നുള്ളത് ഉറക്കെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ധ്യാനവും കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ഞാൻ നോക്കിയപ്പോൾ ആ തൈറോയിഡിൻ്റെ ഗുളിക ഒരു കുപ്പിയിൽ 120 ടാബ്ലറ്റാണ് ഉള്ളത്. ആ ടാബ്ലറ്റ് ഞാൻ എണ്ണി നോക്കിയപ്പം 49 ഗുളിക ഞാൻ കഴിച്ചിട്ടുണ്ട്. ആ 120-ൽ 49 ഗുളിക ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എണ്ണീട്ട് അതെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിറ്റേ 2 ദിവസം എനിക്ക് പോകാൻ സാധിച്ചില്ല. 2-3 ദിവസം
ബ്ലഡ് കൊണ്ടുപോയി ടെസ്റ്റിന് കൊടുക്കാൻ സാധിച്ചില്ല. പക്ഷെ എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അത് ഉറച്ചു നിൽക്കുമായിരുന്നു. എനിക്ക് സംശയങ്ങളൊന്നും ഉണ്ടായില്ല. തൈറോയ്ഡ് മാറിയിട്ടുണ്ടാവുമോ, അതോ ചെക്ക് ചെയ്ത് നമ്മൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ എന്നൊക്കെയുള്ള ഇങ്ങനെയുള്ള ഒരു ചിന്തനയൊന്നുമില്ല. എനിക്ക് ബ്ലഡ് ടെസ്റ്റിന് കൊടുക്കണം, എനിക്ക് സാക്ഷി പറയണം, ഇത് രണ്ട് മാത്രമേ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അത് കഴിഞ്ഞ് ഉപവാസ കൂട്ടങ്ങളിലൊക്കെ പറഞ്ഞ് എൻ്റെ ദൈവമേ അത് ഞാൻ തന്നെയാണെന്നുള്ള വിശ്വാസത്തിൽ തന്നെ പ്രാർത്ഥിച്ചു. ഞായറാഴ്ച ആരാധന കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു. ടെസ്റ്റിന് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ചൊവ്വാഴ്ചയെ ആകത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ശരി എന്നും പറഞ്ഞ് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ട് ഞങ്ങളിങ്ങ് പോന്നു. ഞങ്ങളുടെ ചർച്ചിൽ VBS ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ തിരക്കിനിടയിൽ ചൊവ്വാഴ്ച എന്നെ വിളിച്ചപ്പം സിസ്റ്റർ എന്നെ വിളിച്ചു. രാവിലെ പറഞ്ഞു തൈറോയിഡിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, വന്ന് മേടിച്ചോളാൻ പറഞ്ഞു. എന്നാൽ ശരി സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ പോയി. പള്ളി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഓർത്തു അതിൻ്റെ അളവ് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതിയല്ലോ, അപ്പം പിന്നെ എന്തിനാ വെറുതെ നമ്മൾ അവിടം വരെ പോകണമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ സിസ്റ്ററിനെ പിന്നെയും വിളിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ നോർമൽ സ്റ്റേജിലാണ് ഇരിക്കുന്നത്, 1.99 ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വലിയൊരു സന്തോഷം. ഞാൻ റോഡിൽ കൂടി വരുമ്പോഴാണ് ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ട് വരുന്നത്. ഞാൻ വീട്ടിൽ വന്നിട്ട് പിന്നെയും ആ സിസ്റ്ററിനെ വിളിച്ചിട്ട് ചോദിച്ചു, സിസ്റ്ററെ എൻ്റെ പേര് തന്നെയാണോ അതോ വേറെ വല്ലവരുടെയും പേരാണെന്നൊന്ന് നോക്കിയിട്ട് പറയുമോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ലതാ എലിയാസ് തന്നെയല്ലേ എന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പം അത് നോക്കിയിട്ട് പറഞ്ഞു 1.99 ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ അളവ് എങ്ങനെയാന്ന് ചോദിച്ചു. അപ്പോൾ 1 മുതൽ 5 വരെയുള്ള സ്റ്റേജിലുള്ളത് ഒരു നോർമൽ സ്റ്റേജിലുള്ള അളവാണെന്നാണ് സിസ്റ്റർ എന്ന് പറഞ്ഞത്. അപ്പം പഴയ തൈറോയിഡിൻ്റെ അളവ് എന്ന് പറയുന്നത് 12.7 ആയിരുന്നു. അപ്പം അതിൽ നിന്നും ഒരു വിടുതൽ നൽകിയ യേശുവിന് നന്ദി പറയുവാനല്ലേ നമ്മൾ ആഗ്രഹിക്കുള്ളൂ. അപ്പം ഞാനിത് ഈ റിസൾട്ടുമായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് പോയി. അപ്പം ഡോക്ടർ പറഞ്ഞു ഇതെങ്ങനെ കുറഞ്ഞു എന്നുള്ള സംശയത്തിൽ എന്നോട് ചോദിച്ചു. എങ്ങനെ കുറയാനാ, തൈറോയ്ഡ് കുറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു എന്നോട്. അപ്പം എൻ്റെ മനസ്സിൽ കൂടി ഓടുക ഈ റിപ്പോർട്ട് നുണ പറയുമോ എന്നും ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഓടി. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന പോലെ ഒരു ധ്യാനത്തിന് പോയി, അച്ഛൻ ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ ഡോക്ടർ ആ റിസൾട്ട് എടുത്തിട്ട് നേരെ നീട്ടി നീ അച്ഛൻ പറയുന്ന പോലെ ചെയ്തോളാൻ പറഞ്ഞു. ഞാനൊന്നും വേണ്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ, ഞാൻ എന്നിലുള്ള വിശ്വാസം, ദൈവത്താലുള്ള വിശ്വാസത്തെ ഞാൻ പറഞ്ഞു ദൈവം എനിക്ക് വിടുതൽ നൽകി എന്നതിനെ കുറിച്ച് മാത്രമല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ എന്തിനാ വരുന്നത്, ഡോക്ടറെ വിശ്വസിച്ചാണ് വരുന്നത്, നല്ല മരുന്നുകൾ തരും എന്നുള്ള വിശ്വാസത്തിലാണ് വരുന്നത്, അതുപോലെ തന്നെയല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു അങ്ങനെയല്ല ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒന്നും മിണ്ടിയില്ല. ഞാൻ റിസൾട്ടുമായിട്ട് വീട്ടിലേക്ക് വന്നു, പ്രാർത്ഥിച്ചു. സാക്ഷിയുള്ളവരായി തീരുവാൻ ദൈവം അനേക പ്രവൃത്തികൾ നമ്മുടെ ജീവിതങ്ങളിൽ തരുന്നുണ്ട്. നല്ല വിടുതലുകൾ തരുന്നുണ്ട്, നല്ല സൗഖ്യങ്ങൾ തരുന്നുണ്ട്, നല്ല മനസ്സമാധാനത്തെ തരുന്നുണ്ട്. എങ്കിലും സമാധാനം തന്നു എന്ന് മാത്രമല്ല, പിന്നീട് നമ്മൾക്ക് ഓരോ പ്രശ്നങ്ങളിലും തരണം ചെയ്യുവാനുള്ള മനസ്സുകളെ ദൃഢപ്പെടുത്തി നിൽക്കുവാൻ ദൈവം നമ്മെ ബലമായി നിർത്തിയിരിക്കുകയാണ്. അപ്പം ദൈവവചനത്തിലൂടെ നമുക്ക് ഇനി മുന്നോട്ട് പോകുവാനും അതിന് പ്രകാരം നമ്മൾ ജീവിക്കുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.